യുടെ കുറ്റം കൊണ്ടല്ലാതെ പരാജയപ്പെട്ട് ഏറ്റവും അപമാനിതനായി കാട്ടിലെത്തി. ഈ കാട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദുഃഖം തന്നെക്കുറിച്ചായിരുന്നില്ല, താൻ മൂലം ഈ അവസ്ഥയിൽപ്പെട്ട ഈ പാഞ്ചാലിയെക്കുറിച്ച് ആയിരുന്നു. അവിടെയാണ് ഈ കോട്ടയത്ത് തമ്പുരാൻ അവതരിപ്പിക്കുന്ന നാടകം. ആ നാടകത്തെ അവതരിപ്പിക്കുന്ന ആ ശോകം എന്ന് പറയുന്ന ശോകസ്ഥായിയിലുള്ള അഭിനയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള കൃമീരവധത്തിലെ ആദ്യത്തെ ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ പ്രത്യേകത വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. മാർഗേ തത്ര നഖം പചോഷ്മള രജ പുഞ്ചേ എന്ന് തുടങ്ങുന്ന ശ്ലോകം. ആ ശ്ലോകം മുഴുവൻ ഞാൻ പറയുന്നില്ല, ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം മാത്രം പറയാം. നഖം പൊള്ളിക്കുന്ന ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ നെറ്റി കരുവാളിപ്പിക്കുന്ന സൂര്യതാപം ഏറ്റ് പൊടിക്കാറ്റ് ഏറ്റ് വാടി നിൽക്കുന്ന ഈ പാഞ്ചാലിയെ കണ്ട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ ശ്ലോകത്തിനകത്ത് പറയുന്ന വിഷയം വളരെ പ്രധാനമാണ്. പാഞ്ചാലി എന്ന് പറയുന്നത് ആരാ? ഈ യുധിഷ്ഠിരൻ്റെ അഭിനയത്തിൻ്റെ സന്ദർഭത്തിലുള്ള ശോകത്തിൻ്റെ ആലംബനമാണ്. പാഞ്ചാലിയുടെ ഈ അവസ്ഥ കണ്ടെങ്കിലേ ഈ യുധിഷ്ഠിരന് ശോകം എന്ന് പറയുന്ന സ്ഥായിഭാവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ശോകം എന്ന് പറയുന്ന സ്ഥായിഭാവം യുധിഷ്ഠിരൻ്റെ അഭിനയത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ എന്താണോ വേണ്ടത്, ഏറ്റവും അത്യാവശ്യമായ ആ ആലംബന വിഭാവത്തെ അതിൻ്റെ മുഴുവൻ ശക്തിയോടും കൂടി, മുഴുവൻ നിറപ്പകിട്ടോടുകൂടി, ആ ശോകത്തെ സൃഷ്ടിക്കാൻ പാകത്തിനുള്ള നിറപ്പകിട്ടോടുകൂടി അദ്ദേഹം അവിടെ ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ സ്പേസും ഉപയോഗിച്ച് 3.5 വരി ഉപയോഗിച്ച് കൃമീരവധത്തിൽ കോട്ടയത്ത് തമ്പുരാൻ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യുധിഷ്ഠിരൻ്റെ ശോകത്തിൻ്റെ രംഗമാണ്. യുധിഷ്ഠിരനെ അല്ല വർണ്ണിക്കുന്നത്, പകരം യുധിഷ്ഠിരൻ്റെ ശോകത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഈ ദ്രൗപദിയെയാണ് ഇദ്ദേഹം കോട്ടയത്ത് തമ്പുരാൻ വർണ്ണിക്കുന്നത്. ഇതേപോലെ ഇതിന് സമാനമായിട്ടുള്ള ഒരു രംഗമാണ് നളചരിതത്തിൽ. നമുക്കെല്ലാവർക്കും അറിയാം ഏത് രംഗമായിരിക്കും ഞാൻ പറയുന്നത് എന്നുള്ളത് പറയാതെ എല്ലാവർക്കും അറിയാം. ചൂതിൽ തോറ്റ നളൻ, ആ നളൻ വനത്തിലേക്ക് പുറപ്പെടുന്ന ഒരു രംഗമുണ്ട്. കല്യാവേശാവശോഭി സ്വയം അനൃതഭിയാ ഭൂഷണാന്യാത്മനോസ്മി ദത്വാ തൂഷ്ണീം പുരസ്താൽ ദ്രുതമുപഗതവാൻ ഏകവസ്ത്രോ നളോയം ഭൈമ്യാ വാഷ്ണേയനീത സ്വസുതമിഥുനയ ദീനയാച അനുയാത ക്ഷുൽക്ഷാമോം മാത്ര വൃത്തി നിജമഥ വിമർശൻ വൃത്തമാസ്തേ ശ്മശോചൻ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഈ ശ്ലോകത്തിന് ശേഷം വരുന്നത് ഈ കൃമീരവധത്തിൽ ധർമ്മപുത്രരുടെ അവസ്ഥയ്ക്ക് സമാനമായ നളൻ്റെ ഒരു ശോകഭാവത്തിലുള്ള ഒരു രംഗമാണ്. പക്ഷേ ഈ ശ്ലോകത്തിൽ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചതൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഉണ്ണായി വാര്യരുടെ രചനയുടെ പ്രത്യേകത മനസ്സിലാവും. കൃമീരവധത്തിൽ യുധിഷ്ഠിരൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഒരു നോവലാണ് എഴുതുന്നതെന്ന് സങ്കല്പിക്കുക. ഒരു നോവലാണ് കോട്ടയത്ത് തമ്പുരാൻ എഴുതുന്നത്. ആ കാലത്തായിരുന്നില്ല, ഇപ്പോഴാണ് എന്ന് സങ്കല്പിക്കുക. MT വാസുദേവൻ നായരെ പോലെ അദ്ദേഹം ഒരു നോവൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഈ കാമ്യകവനം വരെ എത്തുന്ന സ്ഥലത്തുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഇദ്ദേഹം വർണ്ണിക്കുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കൊട്ടാരത്തിലെ ആൾക്കാരെല്ലാവരും കരയുന്നു. അപ്പോൾ നിങ്ങൾ കരയണ്ടെന്ന് പറയുന്നു. അവിടുന്ന് മുമ്പോട്ട് വരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വേണമെങ്കിൽ പോയി ദുര്യോധനെയൊക്കെ തോൽപ്പിക്കാമെന്ന് ഭടന്മാരൊക്കെ പറയുന്നു. നിങ്ങൾ വേണ്ടാന്ന് പറയുന്നു. ഇങ്ങനെ പല പല രംഗങ്ങളും എഴുതി അവസാനം ഇദ്ദേഹം നടന്ന് കാട്ടിലെത്തി. അപ്പോഴേക്കും അന്തരീക്ഷ വർണ്ണനയായി, അല്ലേ? റിയലിസ്റ്റിക് ആയിട്ടുള്ള സഞ്ചാരത്തിൻ്റെ ഒരു വർണ്ണന നമുക്ക് സാധ്യമാണ്, അല്ലേ? പോസിബിളാണ്. ഏതാണ്ട് അതുപോലെയാണ് ഈ ഉണ്ണായി വാര്യരുടെ വർണ്ണന. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണ്ണായി വാര്യർ രംഗത്തെ സങ്കല്പിക്കുന്നത് ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. ഒരു സിനിമയുടെ അവതരണം, ഈ നളചരിതം ഒരു സിനിമയിൽ അവതരിപ്പിക്കുകയാണ് എങ്കിൽ നളൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഈ കാട് വരെ നടക്കുന്ന ഒരു നടപ്പുണ്ടല്ലോ, തോറ്റു. അപ്പോൾ ഭ്രാന്തനാണ് കേട്ടോ, ഭ്രാന്തി പിടിച്ചിരിക്കുന്ന സമയമാണ്. നമ്മൾ ഈ പച്ചവേഷത്തിലായതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാത്തത്. അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേഷത്തിലാണെങ്കിൽ ഈ കുറേ ദിവസം കൊണ്ട് ഈ കക്ഷി ഉണ്ണാതെയോ ഉറങ്ങാതെയൊക്കെ തനി ഭ്രാന്തനായി കഴിഞ്ഞു. അപ്പോൾ
അങ്ങനെ 21 ദിവസമാണ് അല്ലേ, 21 ദിവസം മറ്റാണ്. ആ 21 ദിവസം ഏതാണ്ട് ഒരു മാസം കാലം കൊണ്ട് അങ്ങനെ ഭ്രാന്തനായി കഴിഞ്ഞ ഈ മനുഷ്യനെ ദൂരെ നിന്ന് അടുത്തിയെല്ലാം പോലും പറ്റാതെ ഈ ദമയന്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് 2 മക്കളെ ഇനി ആ രാജ്യത്ത് പോലും നിർത്താൻ പാടില്ല എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വാഷ്ണേയനെ വിളിച്ചു വരുത്തി, എന്നാൽ പിന്നെ തനിക്കും കൂടെ വേണമെങ്കിൽ പോകാം, പക്ഷെ പോയില്ല. അതാണ് സാർ നേരത്തെ പറഞ്ഞ ദമയന്തിയുടെ അവസ്ഥ. വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. സീത കാട്ടിൽ പോകുന്നത് മുമ്പിൽ ശ്രീരാമനും പിന്നിൽ ലക്ഷ്മണനും സംരക്ഷിച്ചുകൊണ്ടാണ്. പാഞ്ചാലി കാട്ടിൽ പോകുന്നത് 5 ഭർത്താക്കന്മാരുടെ കൂടെ ആണ്. പക്ഷേ ദമയന്തി പോകുന്നതോ, ഈ ഭ്രാന്ത് പിടിച്ച ഈ മനുഷ്യൻ ഈ ദമയന്തിയോ 2 മക്കളോ എന്തായി എന്നറിയാതെ ആ കൊട്ടാരത്തിൽ നിന്നിറങ്ങി അനൃതഭിയ. ഇവിടെ നിന്നാൽ ഇത്ര നേരം ചെയ്തതൊക്കെ അനൃതമല്ലേ? നമുക്ക് സംശയം തോന്നി. ഈ ദ്യൂതം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു അനൃതഭി ഉണ്ടായി. അനൃതഭി എന്ന് പറഞ്ഞാൽ ഞാൻ അധർമ്മം ചെയ്തേക്കോ എന്നുള്ളൊരു പേടിയാണ്. ആ ഒരു പേടിയിൽ നിന്ന് അവിടുന്ന് ആ ആഭരണങ്ങളും വസ്ത്രവും എല്ലാം കൊടുത്ത് ഏകവസ്ത്രധാരിയായിട്ട് ഇയാൾ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഈ ഓടുന്ന ആളുടെ പുറകെ ഇയാളെ സംരക്ഷിക്കാനാണ് ഈ ദമയന്തി പോകുന്നത്. അതാണ് ദമയന്തിയുടെ അവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൈമ്യ വാഷ്ണേയ നീത സ്വസുത മിഥുനയാ ദീനയാച്ച, കരഞ്ഞോണ്ടാ, ദീനയാച്ച അനുയാത. എന്നിട്ടോ ക്ഷുത്ക്ഷാമ, ഈ ക്ഷുത്ത് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പം വിശപ്പ് തീരാൻ വേണ്ടി നടക്കുന്ന വഴിക്ക് ആൾക്കാരോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വസ്ത്ര തണ്ടുലാദികൾ വിശ്രാണിക്കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പുഷ്കരൻ, പെരുമ്പറ കെട്ടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വിശന്ന് അവിടെ ഈ നീരുറവ കാണുമ്പോൾ ആ നീരുറവയിൽ നിന്ന് അമ്മാത്ര വൃത്തി, വെള്ളം മാത്രം കുടിച്ച് ഇയാൾ കാട് വരെ ചെന്നു. ആ കാട്ടിലിരുന്നുകൊണ്ട് ആലോചിച്ചു. ഇതാണ് സംഭവം. അപ്പം ഈ രംഗത്തിനെ എങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു രംഗത്തിൽ നിന്ന് ഈ കൃമീരവധത്തിലെ പോലെയുള്ള ഒരു ചിട്ടപ്പെടുത്തൽ ഉണ്ടാകാൻ സാധിക്കാത്തത്. കാരണം ഈ കൃമീരവധത്തിൻ്റെ രചനയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ചിത്രത്തെ കാണുന്നത് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ അങ്ങനെയുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു യുധിഷ്ഠിരനെ അല്ല കോട്ടയത്ത് തമ്പുരാൻ കാണുന്നത്. പിന്നെയോ ഒരു നിമിഷമാണ്. ആ പാഞ്ചാലിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് വിഷമിക്കുന്ന, ഹൃദയം നൊന്ത് വേദനിക്കുന്ന ആ യുധിഷ്ഠിരൻ്റെ അവസ്ഥയുടെ ഒരു നിമിഷം അദ്ദേഹം ഒരു ക്ലോസപ്പിലൂടെ നമ്മളെ കാണിക്കുകയാണ്. ആ ഒരു ക്ലോസപ്പാണ് ഈ ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തെ അങ്ങോട്ട് എൻലാർജ് ചെയ്തിട്ട് ആണ് ഈ 3/4 മണിക്കൂറുള്ള ഈ ഒരു രംഗം, കോട്ടയത്ത് തമ്പുരാൻ്റെ ഒരു രംഗം, ശോകസ്ഥായിയിലുള്ള രംഗം. അവിടെ ഒരു സംഭവം ഇല്ല. ബാലേ കേൾനി മാമകവാണി കല്യേ കല്യാണി പാലോലും മൊഴിമാർ കുലതിലകെ പാഞ്ചാലാധിപ സുഹൃത വിഭാഗേ കാളാംബുതരുചി തേടും വിപിനെ കാമിനി വന്നതിലാൽ അതിഗഹനെ ഡോളായുധമിഹ മാമക ഹൃദയം ലോകോത്തര ഗുണശാലിനി സദയം മണിമയ സദനെ മോഹനശയനെ മണമിയലും നവകുസുമാസ്തരണെ മദനരസേന രമിച്ചിടും നീ മധുമൊഴി വാഴുന്നെങ്ങനെ വിപിനെ. ഇനിയും 2 ഇതും കൂടി ഉണ്ട്, 2 ചരണം കൂടി ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ. നീ വീട്ടിൽ നടക്കുമ്പോൾ പോലും തളിരു പോലെയുള്ള നിന്റെ കാൽപാദങ്ങൾ തളരുന്നു, നീ എങ്ങനെ ഈ കാനന ചരണം നീ സഹിക്കും എന്നൊക്കെയുള്ള ആശയങ്ങൾ വരുന്ന 1-2 ചരണം കൂടെ അവിടെയുണ്ട്. ഈ ചരണങ്ങളിലൊക്കെ ആ ഒരൊറ്റ നിമിഷം പാഞ്ചാലിയുടെ അവസ്ഥ കണ്ട് ഹൃദയഭേദകമായ ദുഃഖം അനുഭവിച്ച യുധിഷ്ഠിരൻ്റെ ഒരു നിമിഷത്തെ അവതരിപ്പിക്കാനാണ്. അതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. അവിടെയാണ് നാടകം. ആ വിഭാവം, അനുഭാവം, അവിടെ വരുന്ന സഞ്ചാരീഭാവങ്ങൾ, യുധിഷ്ഠിരൻ്റെ സഞ്ചാരീഭാവങ്ങളുണ്ടല്ലോ, ശോകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാവത്തെ സഹായിക്കുന്നതാണ് ഈ മണിമയ സദനെ മോഹനശയനെ ഉള്ള ആ സ്മരണകളൊക്കെ. അതേപോലെ ഈ പാഞ്ചാലാധിപ സുഹൃത വിഭാഗേ എന്ന് പറയുന്ന ബഹുമാനം, ഇതൊക്കെ
അവിടുത്തെ ഈ ശോകം എന്ന് പറയുന്ന അവസ്ഥയെ കൂടുതൽ തീവ്രമാക്കുന്ന ചില അനുബന്ധ ഭാവങ്ങളാണ്. അതാണ് സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർത്ത് വെച്ച് ശോകം എന്ന് പറയുന്ന ഒരു ഭാവത്തെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ രംഗം അവതരിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉണ്ണായിവാരുടെ ഈ രംഗം എന്ന് പറയുന്നത്, ഈ രംഗത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. കാരണം ഈ രംഗം അതിന് പിന്നീട് ഉടനെ വരുന്ന ഈ പക്ഷികളുമായിട്ടും അതിനു മുമ്പ് ഉള്ള ഈ പുഷ്കരൻ്റെ അവിടുത്തെ രംഗവുമായിട്ടും ക്രിയാത്മകമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ക്രിയ കൊണ്ട് തന്നെ ഇത് അങ്ങനെ ഈ തുടർച്ചയായിട്ട് വരികയാണ്. ഈ ക്രിയകൾ എങ്ങനത്തെ ക്രിയകളാണ്? നേരത്തെ പറഞ്ഞതുപോലെ വളരെ തിയേറ്ററിക്കലായിട്ട് സൃഷ്ടിച്ച ക്രിയകളല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്രിയകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ അവതരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ കഥകളിയുടെ വേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു നൃത്ത നാടക രൂപത്തിലാണെങ്കിൽ ചിലപ്പോൾ ഈ ക്രിയകളിൽ പലതും നമുക്ക് കുറച്ചുകൂടെ ഈ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉണ്ണായിവാരുടെ മനസ്സിലെ ഭാവന ഏതാണ്ട് അങ്ങനെയാണോ എന്ന് നമ്മൾ ഇത് രണ്ടും കൂടെ എടുത്തു വയ്ക്കുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് തോന്നും. അതിന് കാരണം ഈ കഥകളിയുടെ ഈ വേഷസങ്കല്പവും കഥകളിയുടെ ഈ അവതരണ ശില്പവും, അതായത് പദത്തിനെ, ആ ബാല്യകേൾനി എന്ന് പറയുന്ന ഈ പദത്തിനെ മുദ്രാഭാഷയിലൂടെ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആ ചൊല്ലിയാട്ട സ്വഭാവവും എല്ലാം ഈ കോട്ടയം കഥകളുടെ സംഭാവനയാണ്. കോട്ടയം കഥകളുടെ ഈ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ആ സ്ട്രക്ചർ ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഇതിന് ശേഷമുള്ള പദമുണ്ടല്ലോ, എന്തുപോൽ ഞാൻ ഇന്നു ചെയ്വേൻ ബന്ധവോമേ വൈരികളായി. ആദ്യം തന്നെ അദ്ദേഹം ആ വിഷയമാണ് പറയുന്നത്. എൻ്റെ ബന്ധുക്കളൊക്കെ എൻ്റെ വൈരികളായി. അന്ധക വൈരി പാദചിന്തനം കുറകയോ ബന്ധമെന്തെനിക്കേവം സന്താപം വരുവാൻ. പുഷ്കരന് ലഭിച്ചു പുരവും ജനപദവും പുഷ്കലമാധിപത്യം പുതിയ വിഭൂതികളും ബുദ്ധിപൂർവം ഇത്യുപായ നൈപുണി ചിത്തതാരിലോർത്തു കാൺകിലെത്രയും യുദ്ധമിന്നു വൃത്തമായി വന്നിതു മൃത്യുവൈരി ഭക്തി മാഞ്ഞുപോയിതോ എന്നിങ്ങനെ ഈ അദ്ദേഹം ഇത് ചൊല്ലിയാട്ടത്തിന് പറ്റാത്തതാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ചൊല്ലിയാട്ടത്തിന് പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം അനവധി ആശയങ്ങളുടെ ഒരു ശബളിമ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതേസമയം കോട്ടയത്ത് തമ്പുരാൻ, ഇവിടെ താരതമ്യമാണല്ലോ നമ്മുടെ വിഷയം, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഒരു താരതമ്യമാണ്. കോട്ടയത്ത് തമ്പുരാൻ അനവധി ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഏറ്റവും കുറവ് ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ആശയങ്ങളിൽ മനോഹരമായിട്ടുള്ള ചിത്രം സൃഷ്ടിച്ച് അതിലൂടെ എങ്ങനെ ഈ ശോകം എന്ന് പറയുന്ന ഒരു സ്ഥായിയെ കൂടുതൽ ശക്തമാക്കാം എന്നാണ് അദ്ദേഹം. രണ്ട് സംബോധനയേ ഉള്ളൂ. അതായത് പാലോലും മൊഴിമാർ കുലതിലകെ പാഞ്ചാലാധിപ സുഹൃത വിഭാഗേ എന്ന് പറയുന്ന രണ്ട് സംബോധന. ഈ രണ്ട് സംബോധന അദ്ദേഹം അവിടെ വെച്ചത് അതിനു മുമ്പുള്ള ബാലേ എന്ന് പറയുന്ന, ബാലേ കല്യേ കല്യാണി എന്ന് പറയുന്ന പല്ലവിയിലെ സംബോധനകൾ, ഇതെല്ലാം ഈ സംബോധനകളെല്ലാം അത് നേരത്തെ നമ്മൾ ഈ നളയിരുത്തത്തിൽ തന്നെ കുവലയ വിലോചന എന്ന് പറയുന്ന രംഗത്തിൽ ശൃംഗാരത്തെ പോഷിപ്പിക്കുന്നത് പോലെ ഇവിടെ ശോകത്തെ വളരെ ശക്തമായി പോഷിപ്പിക്കാൻ പറ്റുന്ന കുറേ സംബോധനകളും അതിനോട് ബന്ധപ്പെടുന്ന ഏറ്റവും കുറച്ചുള്ള ആശയങ്ങളുമാണ് ഈ കൃമീരവധത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. കൂടുതൽ അതിനെ മുദ്രകളിലൂടെ കൊണ്ടുവന്നുള്ള ചിത്രങ്ങളാക്കുകയാണ്. പക്ഷേ ഇവിടെ നളയിരുത്തത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം കുറേ അധികം ആശയങ്ങൾ ഈ ഒരു ചരണത്തിൽ തന്നെ പുഷ്കരൻ ലഭിച്ചു പുരവും ജനപദവും നമുക്കറിയാവുന്ന കഥയാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ രംഗമാണ്. അവിടെ വീണ്ടും അത് അദ്ദേഹം മുദ്രയിലൂടെ ആവിഷ്കരിച്ച് നമുക്ക് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുഷ്കലമാധിപത്യം പുതിയ വിഭൂതികളും ബുദ്ധിപൂർവം ഇത്യുപായ നൈപുണി ചിത്തതാരിൽ ഓർത്തു കാൺകിൽ എത്രയും യുദ്ധമിന്ന് വൃത്തമായി വന്നിത് മൃത്യുവൈരി ഭക്തി മാഞ്ഞുപോയിതോ. ഇത്രയൊക്കെയാണ് എനിക്ക് ബുദ്ധിപൂർവമായിട്ടുള്ള ഈ ഉപായ നൈപുണി, എനിക്ക് സംഭവിച്ച ഈ ഉപായ നൈപുണി, ഇതെല്ലാം ഓർത്താൽ ഈ മൃത്യുവൈരി ശിവനെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത മാഞ്ഞുപോയോ എന്നാണ് എനിക്ക് സംശയം തോന്നുക. അപ്പോഴാണ് ദമയന്തിയെ കാണുന്നത്. സുന്ദരി ദമയന്തി സുതതി സുമുഖി സതി തന്വീ തരുണീമണി തളരുന്നല്ലോ പാരം സപ്തതോയ സിക്തമാലതീവന നക്തമാലം അസ്തമൂലമിവ നളം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആശയഘടന മുമ്പോട്ട് പോകുന്നു. ഇവിടെ
ഇതിനെ തുടർന്ന് നമ്മൾ സാധാരണ അഭിനയിക്കുന്ന വേറെ ഒരു രംഗം കൂടിയുണ്ട്. അതായത് ഈ വസ്ത്രം പത്രികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ പക്ഷികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിന്നീട് വരുന്ന ഒരു പദമുണ്ടല്ലോ, ഒരു നാളും നിരൂപിതമല്ലേ. ഈ ഒരു നാളും നിരൂപിതമല്ലേയുടെ ഒരു പ്രത്യേകത ഏതാണ്? നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു നാൾ നിരൂപിതമല്ലേ കുറെ കൂടെ സുഖമായിട്ട് തോന്നുന്നത്. കാരണം അവിടെ ആശയങ്ങളില്ല, ആശയങ്ങൾ താരതമ്യേന കുറവാണ്. ഇതിനകത്ത് അങ്ങനെയല്ല, കഥയാണ് ഈ പറയുന്നത്. ഈ പുഷ്കരന് ലഭിച്ചു പുരവും പുരവതവും. പക്ഷേ മറ്റിടത്ത് അങ്ങനെയല്ല. മറ്റിടത്ത് ഒരു നാളും നിരൂപിതമല്ലേ, ഉദന്തം ഇതൊരു നാളും നിരൂപിതമല്ലേ, ആശയങ്ങളില്ല, പുതിയ ആശയങ്ങളൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുന്നുള്ളൂ. അത് നമുക്ക് നല്ലതാണ്. കാരണം അത് ഈ മുദ്രാഭാഷയ്ക്ക് യോജിച്ച ഒരു പദഘടനയാണ്. കാരണം അവിടെ ഈ പുതിയ ആശയങ്ങളുടെ ഒരു പ്രതിബന്ധം ഇല്ലാതെ ഭാവത്തെ നമുക്ക് ഭംഗിയായിട്ട്, ദുഃഖം എന്ന് പറയുന്ന ഭാവത്തെ ആവിഷ്കരിക്കാൻ പറ്റും. കരുണാകടാക്ഷം എന്നിൽ പൈരി സംഹരിച്ചോ, സുരനായക വരത്തിൻ. ഇവിടെയൊക്കെ ആശയങ്ങളുടെ ശബളിമ വളരെ കുറവാണ്. അതിൻ്റെ രചനയിൽ തന്നെ അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചു ഇതെടുത്താൽ മതി, മറ്റേത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇത് നമ്മുടെ ഒരു മനസ്സിൽ ഈ കോട്ടയം കഥകൾ ഇങ്ങനെ കണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് അങ്ങനെ തന്നെ ആയിത്തീർന്നത് കൊണ്ട് നമ്മൾ അറിയാതെ ഇത് മതി, മറ്റേത് വേണ്ട എന്ന് തീരുമാനിച്ചു. കോട്ടയം കഥകളുടെ ഈ രചനാഘടനയോട് ബന്ധപ്പെട്ട രംഗങ്ങൾ എവിടെയൊക്കെ കണ്ടാലും അവിടെയൊക്കെ നമ്മൾ ബലയെന്ന് പറയും. ഇതുപോലെയാണ് ഈ അഷ്ടപതി കേരളത്തിൽ വന്നത്. അത് വളരെ രസകരമായിട്ടുള്ള സംഗതി. എന്തുകൊണ്ടാണ് ബംഗാളിൽ രചിച്ച ഈ അഷ്ടപതി കേരളത്തിൽ പ്രചാരമായത്? കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അഷ്ടപതി പ്രചാരമായി. കാരണം നമ്മുടെ ഇവിടെ ഈ സോപാനപ്പാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ത്യാണി പാടലുണ്ട്. ഈ ത്യാണി ഘടനയും ഇതിൻ്റെ ഈ അഷ്ടപതിയുടെ ഈരടി ഘടനയും തമ്മിൽ ഭയങ്കര സാദൃശ്യമുണ്ട്. ഈ ഘടനയുടെ സാദൃശ്യം കാരണം പെട്ടെന്ന് ഈ സാധനം അങ്ങോട്ട് നമ്മുടെ പഴയ ആൾക്കാർ അബ്സോർവ് ചെയ്തിട്ടാണ് വന്നത്. അതേപോലെ ഈ രചനയുടെ ഘടനയും, അത് പ്രത്യേകിച്ച് സംഗീതത്തിലായാലും ഇതുപോലത്തെ നമ്മുടെ പെർഫോമൻസിലായാലും അത് വളരെയധികം ഇതിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഏതായാലും കിർമീരമതത്തിലെ ഈ പതിഞ്ഞ പദത്തിലൂടെ വളരെ സൂക്ഷ്മമായി വളരെയധികം സമയമെടുത്ത് ആവിഷ്കരിക്കുന്ന ഈ ശോകഭാവവും ഇതിലെ നളീരഥത്തിലെ ഈ ശോകഭാവത്തിൻ്റെ രചനയും അതിൻ്റെ അവതരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിനെക്കുറിച്ച് ചെറിയ ഒരു ആലോചന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കൂടുതൽ ഓരോ അരങ്ങ് കാണുമ്പോഴും കൂടുതൽ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് അത് തിരിച്ചറിയാൻ ഈ ഒരു വളരെ ഹ്രസ്വമായ എൻ്റെ ഈ വാക്കുകൾ സഹായിക്കുമെങ്കിൽ അത് നന്നായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നമസ്കാരം. ഒന്നാം ദിവസം കാലപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ ഈ കാലപ്രമാണം, എന്താണ് താളം, എന്താണ് കാലം, എന്താണ് എന്നതൊക്കെ അറിയും എന്നുള്ള ധാരണയിലാണ് നമ്മൾ തുടങ്ങുന്നത്. നെടുമ്പള്ളി രാമൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളൊക്കെ ഇവിടെ ഉണ്ട്, പുതിയ കഥകളി ആസ്വാദകരും പ്രേക്ഷകരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടി പറയുകയാണ്, കഥകളിയിൽ ഉപയോഗിക്കുന്ന തന്ത്രത്തെക്കുറിച്ച് നമ്മൾ സമീക്ഷയിൽ ധാരാളം ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് ചില പദങ്ങൾ ദ്രുതകാലത്തിലും അല്ലെങ്കിൽ ചില പദങ്ങൾ വിളംബകാലത്തിലും പാടുന്നത് എന്നുള്ളത് ഏകദേശം നമ്മളിപ്പോൾ രാവിലെ മുതൽ ഇതുവരെ കേട്ടതും കണ്ടതും ഒക്കെ ഭാഗങ്ങൾ കൂടെ മനസ്സിലായിട്ടുണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ആര് വരുത്തി എന്ന് ആർക്കും പറയാറില്ല. ചിലർ പറയും അത് നമ്പീശനാശാൻ്റെ കാലം മുതലുണ്ട്, ചിലർ അത് വെങ്കടവിഷ്ണു ഭാഗവതരായിട്ട് മാറ്റിയതാണ്, ചിലർ പറയും ഹൈദരാലി ആശാനായിട്ട് മാറ്റിയതാണ്. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ നളചരിതത്തിൻ്റെ സംഗീത ശാഖയിൽ വന്നിട്ടുണ്ട്. അത് എന്നേക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാൻ സംശയമൊന്നുമില്ല കോട്ടയ്ക്കൽ മധുവിനാണ്. അപ്പം ഞാൻ വെറുതെ അങ്ങനെ ഒരു ആളായിട്ട് ഇവിടെ നിൽക്കണമെന്നേ ഉള്ളൂ. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ബാക്കി മധു മൈക്ക് ഏറ്റെടുത്തോളാം എന്ന് മധു എനിക്ക് വാക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മധു ഇനി കാല് മാറില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇപ്പം ആ ഒന്നാം ദിവസത്തെ പാഠം അതെന്നെടുക്കൂ. അതിൽ നിർജ്ജനം എന്നതേയുള്ളൂ ഗുണമോ എന്നൊരു പദമുണ്ട്. നളന് ദമയന്തിയിലുള്ള അനുരാഗം, ഈ നാരദം വന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ ഉണ്ടായതേ. ഇയാളും പണ്ടേ കേട്ടിട്ടുണ്ടായിരുന്നു ദമയന്തിയെ പറ്റിയിട്ട്. രാജ്യകാര്യങ്ങൾ ശ്രദ്ധയില്ലാണ്ടായി മന്ത്രിയെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ഉദ്യാനത്തിലേക്ക് പോയി.
അതിൽ നിർജ്ജനം എന്നതേയുള്ളൂ ഗുണമോ നിശ്ചയം? നിർജ്ജനം എന്നതേയുള്ളൂ ഗുണമോ നിശ്ചയം ഉദ്യാനത്തിൽ എന്നുള്ളൊരു പദം പണ്ട് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് നിർജ്ജനമെന്നതേ ഉള്ളൂ ഗുണമോ നിശ്ചയ ഉദ്യാനത്തിൽ ഗുണമോ. ഇത് ത്രിപുടയാണ്. ഈ പദത്തിനെ പറ്റി പറയുമ്പോൾ ഈ രാഗത്തിൽ, വേഗട രാഗത്തിൽ ഈ പദം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെയധികം സംഗീതത്തെ അറിയുകയും താളത്തെ അറിയുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം അങ്ങനത്തെ ഒരു സംഗീത സമ്പ്രദായമാണ് ഈ പദത്തിൽ. നല്ലൊരു കീർത്തനം, വേഗട രാഗത്തിലുള്ളൊരു കർണാടക സംഗീതത്തിൽ നല്ലൊരു കീർത്തനം കേൾക്കുന്ന പോലെയുള്ള ഒരു പദമാണ് ഇതിൻ്റെ ഘടന. കാരണം നിർജ്ജനമെന്നതേ ഉള്ളൂ ഗുണമോ നിശ്ചയ. ഇതൊരു കീർത്തനം പോലെ ചെല്ലുകയാണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നളചരിതം പോലുള്ള കഥകൾ, നളചരിതം എന്നല്ല, കഥകളി ഇന്ന് കേൾക്കുന്ന സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചു വരുന്ന കഥകളി സംഗീതം മുണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതർ, നമ്മുടെ വടക്കൻ സമ്പ്രദായത്തിൽ മുണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതരുടെ ശിഷ്യനായിട്ടുള്ള കലാമുള്ള നീലകണ്ഠൻ നമ്പീശൻ ആശാൻ്റെ ആ ഒരു സമ്പ്രദായത്തിലാണ്. അപ്പോൾ ഈ മുണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതർ, രാമഭാഗവതർ, അദ്ദേഹത്തിൻ്റെ വേറൊരു സഹോദരൻ, ഇവർ മൂന്നാളും പിന്നെ സമ്പ്രദായ ഭജനയിലും കർണാടക സംഗീതത്തിലും ഗംഭീര കേമന്മാരായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു ശൈലി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പദങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നളചരിതത്തെ ഓരോ പദം എടുത്തു നോക്കുമ്പോഴും അതിൽ ആദ്യത്തെ നളചരിതം 1-ാം ദിവസത്തെ ആദ്യത്തെ പദമായതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇതിൻ്റെ ഈ സംഗീത സാധ്യതകൾ നല്ലൊരു കർണാടക സംഗീതം അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. അപ്പോൾ ഈ പദം ആദ്യം പാടിയിരുന്നത് ഈ കാലത്തിലാണ് എങ്കിലും ഇതിൻ്റെ പകുതി വെച്ച് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പടുത്ത മന്മദനന്റെ പടവീടി ദേവാഭി തടവിടപി കളേതൽ പടകൂടികൾ പടുത്ത മന്മദനന്റെ പടവീടി ദേവാഭി തടവിടപികളേതൽ പടകൂടികൾ. അങ്ങനെയാണ് പണ്ട് പാടി വന്നിരുന്നത്. ഇപ്പോൾ ഉദ്യാനത്തിലേക്ക് നാളെ പ്രവേശിച്ചതിന് ശേഷമുള്ള ഈ ഭാഗം ഈ കാലത്തിൽ പാടി വന്നുകൊണ്ടിരിക്കുന്നു. എന്നാ നമുക്ക് സാവേരി കൂടി കേട്ടാലോ? ത്രിപുടയിൽ സാവേരിയിലും ഇതേമാതിരി വ്യത്യാസം. അറിക ഹംസമേ അരുദോപരി ദേവീതോ വിരസഭാവമില്ല നിന്നിൽ മേ ദേഹമനുപമിതം കാൺമാൻ. അങ്ങനെയാണ് പാടി വന്നത്. ദേഹമനുപമിതം കാൺമാൻ മോഹപരമുദിതം കാൺമാൻ മോഹപരമുദിതം നിങ്ങൾ സ്നേഹമേ വിഹിതം നമയ രോഗമിതു പൊഴുതമര ഗഗവര ഗുണനിധേ ഖഗവര ഗുണനിധേ. ഇപ്പോൾ ഈ സമ്പ്രദായത്തിൽ പാടി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കളരിയിൽ ഇതൊന്നും ചൊല്ലിയാടിക്കൽ പതിവില്ല. എങ്കിലും നമ്മുടെ വടക്കൻ കേരളത്തിൽ കൂടുതലായിട്ട് പഴയ സമ്പ്രദായത്തിൽ തന്നെയാണ് പാടി വരുന്നത്. തന്നെയാണ്. പിന്നെ ഈ ആ തോടിയിലത്തെ പദം പ്രിയമാനസയുടെ അവസാനം ഇതിന് പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും, ചതിയല്ല നീയല്ല. അവിടെ ഒരു കാലം കയറല് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കണ്ടു തുടങ്ങിയ കാലം മുതൽ അത് അറിയോ? എന്ന് മുതലാണ് അത്? പിന്നെ
വേഷക്കാരുടെ ആ ഒരു ഇടയിൽ നിന്ന് വന്നതാണ്. ഇപ്പം കാരണം ഹൈദരാലി ആശാൻ മുതൽക്കാണ് പിന്നെ നമ്മൾ ഈ നളചരിതം പോലുള്ള കഥകളിൽ കൂടുതൽ വ്യത്യാസങ്ങൾ സംഗീതത്തിലും. അതിപ്പോൾ കൃഷ്ണനാരാശാൻ, ഇപ്പോൾ നളൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനാരാശാൻ, എൻ്റെ ഓർമ്മയിൽ കൃഷ്ണനാരാശാൻ, ഇപ്പോൾ ഗോപിയാശാൻ, അങ്ങനെ അവരൊരു സമ്പ്രദായം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ അത്രയും ഞാൻ വചന കൗശലേ കാമിനി മാർമണിയേ വശകയാക്കി ഒരു യാചനയാണ്. തരിക മമ സഖേ നീതിനു പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും എന്ന് കഴിഞ്ഞിട്ട് ചതിയെല്ലാം നീയല്ലാതൊരു പിന്നെ ഒരു ഗതിയിൽക്ക ആ ചതിയല്ല എന്നുള്ളിടത്ത് ആ മുദ്രടിയും അവിടെ ഒരു ഉറപ്പിച്ച് നീ അല്ലാതെ എനിക്ക് വേറെ ഒരു ഗതിയില്ല എന്നുള്ളൊരു പിന്നെ യാചനയും ഒരു ഗതിയിൽ അതൊക്കെ ഈ സമ്പ്രദായം വന്നിരിക്കുന്നത് കല്യാണ സമിതിയിലും ശൈലമുകളിൽ എന്നാലും ചക്രലോകത്തെന്നാലും വേലയില്ലാത്ത വിഹിതം വിക്രമേണ സാധിപ്പാൻ എന്നുള്ള പദങ്ങളൊക്കെ വരും. അതായത് ശൈലമുകളിൽ എന്നാലെന്ന് പറയുമ്പോൾ കുറച്ച് സ്പീഡിലാവും, പിന്നെ ശൈലമുകളിൽ കാണിക്കുമ്പോൾ കുറച്ച് പതിയും, ചക്രലോകത്തെന്നാലും സ്പീഡിലാവും, വേലയില്ല എന്ന് പറയുമ്പോൾ പതിയും, വിക്രമേണ സാധിപ്പാൻ. അത് ആ പദത്തിൻ്റെ ഒരു ഘടന വെച്ചിട്ടാണ് അങ്ങനെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഊഹിക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ദമയന്തിയുടെ രംഗം തുടങ്ങിയാൽ പാട്ടുകാർ പൂന്ത് വിളയാടുക പതിവ്, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ. അവർ രാഗം താളം മാറ്റാറില്ല തോന്നൂല്ലേ മധു? താളം മാറ്റുന്നുണ്ട്. താളം മാറ്റാണ്ട് പറ്റില്ല. രംഗം നന്നാവണിച്ച് ചിലപ്പോൾ താളം മാറ്റണം, രാഗം മാറ്റണം. ഇപ്പോൾ നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പാൻ, നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പ നളിന ആദ്യം ഇങ്ങനെ വന്നിട്ട് നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പ നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പ നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പ മതലുള്ളിത്തം മൃദുലളിതം. അതായത് നൃത്തത്തിന് കൂടുതൽ സാധ്യതകൾ ചെമ്പടതാളത്തിലാണുള്ളത്, കൂടുതൽ അടവുകളും. അതായത് ഈ പിന്നെ ഞാനൊരു അന്നനട പഠിപ്പിക്കുന്ന ഒരാൾ ആ നൃത്തത്തിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അംശത്തിന് കൂടുതൽ ഈ പിന്നെ നടകൾ വരുത്താൻ ഉള്ളൊരു താളം ചെമ്പട ആയതുകൊണ്ട് അതങ്ങനെ മാറി. അത് തെക്കൻ നാട്ടിൽ നിന്ന് വന്നൊരു സമ്പ്രദായമാണ്. ഇപ്പോൾ അത് വടക്കൻ നാട്ടിലും കുറേശ്ശെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ദമയന്തര കാര്യങ്ങൾ പറയുമ്പോൾ ദമയന്തര സാരി കഴിഞ്ഞാൽ പിന്നെ സഖിമാരെ നമുക്ക് കഴിഞ്ഞാൽ പോക പൂങ്കാവലിന്നോ എന്നുള്ള ഷഹാനയിൽ പാടുന്നുണ്ട്. പക്ഷേ നമ്പീശനാശാനൊക്കെ അതേമാതിരി തന്നെ പാടിയിരുന്നത്. പിന്നെ പോക പൂങ്കാവലോ അല്ല, അത് ഈ പിന്നെ മിന്നൽ കൊടി ഇറങ്ങി എന്നൊക്കെ ദേവഗാന്ധാരത്തിലാണ് പാടി. ദേവഗാന്ധാരത്തിലാണ് പാടുമോ? ഇപ്പൊ മധ്യമം വെച്ചിട്ട് ദേശിൽ പാടാറുണ്ട്. സിന്ധുവരും മിന്നൽ കൊടി ഇറങ്ങി മൽനിലേ വരികയോ വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലേ പോരികയോ സ്വർണ്ണ വർണ്ണമാം ഹൽനൗ പറന്നിങ്ങു വരികയോ സ്വർണ്ണ വർണ്ണമാം ഹൽനൗ പറന്നിങ്ങു വരികയോ കണ്ണുകൾക്കിതു നല്ല പീയൂഷം ശരീ. ഇപ്പം ഇങ്ങനെ പാടിയുണ്ട് വെച്ചാൽ ആൾക്കാർ പറയും അയാൾ രാഗം മാറ്റി പാടി പറയും. നമ്മൾ കളിക്ക് പോയിട്ടുണ്ട് വെച്ചാൽ കാരണം ഇപ്പോഴത്തെ ജനങ്ങൾ മുഴുവൻ കേൾക്കുന്നത് ദേശിലും സിന്ധുവരിയിലാണ്. ഇപ്പം ഞങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ രാഗത്തിലാണ്. ഇത് പാടിയുണ്ട് വെച്ചാൽ അയാൾ രാഗം മാറ്റിയിട്ടാണ് പാടി പറയും. എന്നൊരു കാര്യം ഇപ്പം അത് പാടുന്ന പോലെ പാടും. ദേശോ ഏതാ ഇപ്പം ദേശിലാണോ പാടാറ്?
ദേവകാന്തത്തിലെ പാടിയത്. അല്ല ഞാൻ പ്രദേശിലെ പാടാം, കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതും കേൾക്കാൻ അതും കേൾപ്പിക്കൂ. മിന്നൽ കൊടി ഇറങ്ങി മണ്ണിലെ വരികയോ വിധുമണ്ഡല ഇറങ്ങി ക്ഷിതിയിലെ പോരുകയോ സ്വർണവർണ്ണമാം അൽനം പറന്നിൽങ്ങും വരികയോ സ്വർണവർണ്ണമാം അൽനം പറന്നിൽങ്ങും വരികയോ സ്വർണ്ണ വർണ്ണമാം അൽനം പറന്നിങ്ങും വരികയോ കണ്ണുകൾക്കിതു നല്ല പീയൂഷ ശരികയോ. ഇത് ഈ ശ്രുതിയിലല്ല പാടാറ്, മധ്യമത്തിലാണ് പാടാറ്. പിന്നെ അരങ്ങത്ത് പാടുമ്പോൾ നമുക്ക് ആ വേഷക്കാരൻ്റെ ആ ഭാവം അല്ലെങ്കിൽ അപ്പോഴത്തെ സന്ദർഭം അനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ ഭാവങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതാണ് കച്ചേരിക്ക് പാടുന്നതും കളിക്ക് പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം. കച്ചേരിക്ക് ആകുമ്പോൾ നമുക്ക് ആ രാഗത്തിന് പ്രാധാന്യത്തിൽ ചെയ്യാൻ പറ്റും. കളിക്ക് പാടുമ്പോൾ അതല്ല, നളൻ്റെ അപ്പോഴത്തെ അവസ്ഥ നമ്മൾ പിന്നിൽ നിന്നും മുൻഭാഗം നോക്കിക്കണ്ടാണ് ഞങ്ങൾ പാടുന്നത്. നളൻ്റെ മുമ്പിലത്തെ ഭാവം നമ്മൾ പിന്നിൽ നിന്നും നോക്കി കണ്ടിട്ടാണ് ഞങ്ങൾ ആ ഭാവം സംഗീതത്തിൽ കൂടി എടുക്കുന്നത്. ഈ പ്രീതി പൂണ്ടരുളൊക്കെ അത് ശങ്കരാഭരണത്തിൽ തന്നെയാണ് പണ്ടും? അല്ലല്ല, രാഗമാലിയയിലാണ് ഇപ്പൊ പാടാറ്. ഒന്ന് കേൾക്കാം അല്ലേ? ഒന്ന് കേൾക്കാം അല്ലേ? അത് ഇനിയിപ്പോ ഇവിടെ ഒരു കുറച്ച് കച്ചേരി ഉണ്ട്, ആ സമയത്ത് ഞാൻ പാടി ഓർമ്മിപ്പിക്കണം കേട്ടോ, അല്ല മറന്നുപോവേ. അരയന്ന മന്നവ ടെക്സ്റ്റിലൊക്കെ കാണുന്നത് നാഥനാമക്രിയ എന്നാ. അരയന്ന മന്നവ നാഥനാമക്രിയ ആനന്ദഭൈരവിയിലാണ് ആനന്ദഭൈരവിയിലാണ് പാടാറ്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ജോഗ് വരെ എത്തിയിട്ടുണ്ട് കഥകളിയിൽ. കാരണം ഇപ്പൊ ഹംസമേ ചിന്തേ അങ്ങനെ പാടുന്നുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 1-2 പ്രാവശ്യം പാടിയപ്പോൾ നിർത്തി. പലരും പറഞ്ഞു അത് വേണ്ട, നീലാംബരി തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ നീലാംബരി പാടാൻ തുടങ്ങി. ഞാൻ അതിന്റെ ഒരു കേട് തീർക്കാൻ വേണ്ടി നീലാംബരിയിലൊന്ന് കേട്ടു നോക്കാം അല്ലേ? ഹംസമേ നീലാംബരിയിലൊന്നും ഹംസമേ ചിന്ത എന്തുത്തേ എന്നുടേ ഹൃദയം അന്യനീൽ ആമോ അർണവം തന്നീലല്ലോ നിമ്നക ചേർന്നു ന്യായം അന്യഥാ വരുത്തുവാൻ അന്യഥാ വരുത്തുവാൻ കൂമോ മുതിർന്നീടുമോ ഹംസമേ ഉറപ്പിച്ചു. സ്വാമിയേട്ടൻ പറഞ്ഞു ഇത് മതിയെന്ന്. അപ്പൊ ഇനി ഇത് അത് സാരമതിയിൽ പാടാറ്. സാരമതിയിലൊന്ന് കേൾപ്പിക്കാം. കൺഫ്യൂഷൻ ആവുക.
നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൺഫ്യൂഷൻ ആക്കാന്ന്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, ഇത് ഭാവാനുസാരിയായി പല പരീക്ഷണങ്ങളും പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. അതിൽ നിലനിന്ന് പോയിട്ടുള്ളത് കഥകളിത്തമുള്ളതും ആ ഭാവത്തിന് അനുഗുണവുമായിട്ടുള്ള സംഗീതമാണെന്നുള്ളത് സംശയരഹിതമാണ്. ആര് പരിഷ്കാരം വരുത്തി എന്നുള്ളതല്ല, എങ്ങനെ ആ പരിഷ്കാരം നടപ്പിലാക്കി എന്നുള്ളതാണ് കഥകളി സംഗീതത്തിന്. പരിഷ്കാരം വരുത്തേണ്ട കാര്യമില്ല. കാരണം ചിലതൊക്കെ ഇപ്പൊ പാടും. ഇപ്പോൾ കുറുപ്പാശാനിമാരുള്ള ആശാൻ കൊണ്ടുവന്നാണ് ശ്യാമ സ്വൈരവചനം. അതൊക്കെ ചെറിയ ചെറിയ ഒരു പദത്തിൻ്റെ ഒരു ചരണത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളാണ്. അതൊക്കെ മാറ്റി. ഇപ്പോൾ വിജനേപത, കുണ്ടിന നായക, മരുമാങ്കണ്ണി, ഇതൊക്കെ രാഗം മാറ്റുക എന്ന് പറഞ്ഞിട്ട് വളരെ കഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ചെറുത് എനിക്കും പഴയത് പാടണം തന്നെയാണ് ആഗ്രഹം. ഇപ്പം മാടമ്പ്യാശാൻ്റെ കൂടെ പാടുമ്പോഴും എൻ്റെ ആശാൻ ഗോപാൽ പിഷാരടി ആശാൻ, അതേമാതിരി ഗംഗാരാശാൻ, അവരുടെ കൂടെയൊക്കെ പാടുമ്പോൾ വളരെയധികം നമുക്ക് എന്തോ ഒരു നിധി കിട്ടിയ മാതിരിയാണ്. ഇപ്പോൾ കോട്ടക്കൽ ഉത്സവത്തിന് മാടമ്പ്യാശാൻ്റെ കൂടെ സന്താനഗോപാലം പാടി. അദ്ദേഹത്തിൻ്റെ ആ ശങ്കരാഭരണം, ആ വേഗട, ആ രാഗങ്ങളിലൊക്കെ സുഖം. ഞങ്ങൾ ഒരുപാട് കസർത്തുകൾ കാണിക്കണ്ട, പക്ഷെ അദ്ദേഹം ഒന്നും കാണിക്കേണ്ട, നേരാവണ്ണം പാടിയാൽ മതി. അതിൻ്റെ ഒരു ഭംഗി ഒന്നിനും കിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല. ആ മാടമ്പ്യാശാൻ ഇന്ന് ആർക്കും വേണ്ടാന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ മാടമ്പ്യാശാനെ പറ്റി പറയുന്ന ആൾക്കാർ ഒരു കളി നടത്തുക വെച്ചാൽ മാടമ്പ്യാശാനെ വിളിക്കാറില്ല. അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. കാരണം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പറച്ചിൽ സംഭവം ശരിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുക പറഞ്ഞാൽ ഭയങ്കര താല്പര്യം തന്നെയാണ്. പക്ഷേ അതല്ല ജനങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ ചെന്ന് ബസ് ഇറങ്ങി അണിയറയെത്തുമ്പോൾ താൻ അത് ഏത് രാഗത്തിലാണ് പാടുന്നത് എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷനായി. അവിടുന്ന് കളി കഴിഞ്ഞ് നേരാവണ്ണം നമ്മുടെ ജോലി ഇതാണ് കഥകളിക്ക് പാടുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് അവരെ കമ്മിറ്റിക്കാർ പറഞ്ഞു, അല്ല ഞാൻ അതിൽ പാടാനേ ഉദ്ദേശമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത കൊല്ലം അവിടേക്ക് പോകണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും താഴ്ന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ്. ഇനി മധുവായിട്ടുള്ള ഇൻറ്ററാക്ഷനാണ്. അതുകൂടി കഴിഞ്ഞ് ഈ സെഷൻ കഴിഞ്ഞു. താരതമ്യേന ലളിതമാണ്. ഇത് കഴിഞ്ഞ് ഗംഭീര കച്ചേരി വരുന്നുണ്ട്. ഇപ്പോൾ വല്ലാണ്ട് പാടിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിച്ചോളൂ. ആ ലോകപാലന്മാരെ തോടിയത് അല്ല, അത് ഞാൻ മറ്റേ പന്മനയുടെ പുസ്തകത്തിലാണ്. വാര് ആട്ടക്കഥയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുന്നാഗവരാളിയിലാണെന്നുള്ളതാണ്. അപ്പൊ അത് ഒന്ന് പാടി കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരെണ്ണം. അതുപോലെ വസവസൂത കാപ്പിയല്ല, വസന്ത ഭൈരവിയാണെന്നും ഒരു. അപ്പൊ ഇത് രണ്ടും നമ്മളൊരിക്കലും വിചാരിക്കില്ല. പിന്നെ വസവസൂത കാപ്പിയുടെ ഒരു ചായയുടെ ആദ്യം പറയുന്ന ഒരു പദം അതാണ്. പക്ഷെ അത് ആട്ടക്കഥയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാപ്പിയിലല്ല അത്രേ. അതാവില്ല കാപ്പി. സാമ്യമകന്നൊരു ഉദ്യാനം പന്തുവരാളിയിൽ പാടി വരാറുണ്ട്. ഞാൻ ഇപ്പം അവിടെ നോക്കി, അവിടെ എന്താ എഴുതിയിരിക്കണം നോക്കി, പൂർവ്വ കല്യാണി എഴുതിയിരിക്കുന്നത്. ഞാൻ പൂർവ്വ കല്യാണിയിൽ പറഞ്ഞു, എനിക്ക് ശരിക്കും ഞാൻ പന്തുവരാളിയിൽ മനസ്സിലും കൊടുത്ത് പൂർവ്വ കല്യാണി തന്നെ വന്നു. അവിടെ എഴുതിയപ്പോൾ പൂർവ്വ കല്യാണി എഴുതിയിരിക്കണം. അപ്പോൾ ഞാനിവിടെ പന്തുവരാളിയിൽ പാടിയ ചിലപ്പോൾ ഓഡിയൻസ് പറയും, ഇവിടെ പന്തുവരാളിയാണല്ലോ എഴുതിയിരിക്കണമെന്ന് പറയും. അപ്പോൾ എന്തോ ഭാഗ്യത്തിനായി രക്ഷപ്പെട്ടു. ഇത് രണ്ടും ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു പാടി കേൾക്കാൻ പറ്റുമോ? ലോകപാലന്മാരെ പുന്നാഗവരാളിയിൽ പാടിയ ഇല്ല. അയ്യോ, അത് ബുദ്ധിമുട്ടാവും. ഞാൻ ശീലിച്ചിട്ടില്ല ഒന്നാമത്. പിന്നെ ലോകപാലന്മാരെ തോടി തന്നെയാണ് അതിൻ്റെ ഭംഗി. അതിനിപ്പോൾ പണ്ട് മുതൽക്ക് അങ്ങനെ പഠിച്ചതും കേട്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പം വിജനേപത എന്നോട് മാണ്ടിൽ പാടണം എന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റില്ല എന്നാണ് പറയും. അല്ല അത് ഞാൻ വിചാരിച്ചത് അതാ ഭാവം. ഒരു പക്ഷെ തോടിയിൽ പാടുമ്പോഴേക്കും ഗാംഭീര്യം കൂടാണ്. അത് നമ്മൾ തോടി മാറ്റാതിരിക്കുകയായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലും ഒരു ചരണം, ഇപ്പോൾ ചിന്തയന്തമിതി ജയദസികാന്തം മാണ്ടിലോ ബിഹാഗിലോ ഏതെങ്കിലും അതിൽ പന്തുവരാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ മാറ്റി പാടാറുണ്ട്. അത് പന്തുവരാളിയിലും പാടാം, മാണ്ടിലും പാടാം, ബിഹാഗിലും പാടാം, ഭാഗ്യേശ്വരിയിൽ പാടാറുണ്ട്. പലരും പാടാറുണ്ട്. ചിന്തയന്തമിതി ചേതസികാന്തം അവളെ തോറു കാമിനി ഹേ ബാഹുക. ചിന്തയന്തമിതി ചേതസികാന്തം തദ്യോഗ വിദുരം അവളെ തൊറു കാമിനി ഹേ ബഹുക തവയാധൃതി ശമനീ സവിചാരം നിയത്തം അങ്ങനെ പാടാറുണ്ട്. ശരിക്കും പന്തുവരാളിയാണ് അതിൻ്റെ രാഗം കൊടുത്തിരിക്കുന്നത്. ഈ മാണ്ടെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു
അറിയാവുന്ന കാര്യമായിരിക്കും. വസവസൂത പിന്നീട് കാപ്പിയിൽ പാടിയിട്ടുള്ള റെക്കോർഡ് അയാളുടെ ട്രാൻസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ശ്രീ അടൂർ നാരായണൻ അത് എടുത്തിട്ട് കുറച്ച് പേർക്ക് ശ്രദ്ധയിൽ എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം രാഗം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ രാഗം മാറ്റൽ അന്ന് തുടങ്ങിയിരിക്കണം അദ്ദേഹം. എന്നാൽ വിരാടന്റെ ബോധനം ഇന്നു ഒന്നൊഴിയാതെ ഹരിക്കണം സന്നദ്ധരായി ഉത്തരാസമയത്തിട്ട് അദ്ദേഹം പാടിയിരിക്കുന്നു. എന്നാൽ വിരാടന്റെ ഗോധനം ഒന്നൊഴിയാതെ ഹരിക്കണം സന്നദ്ധരായവർ വന്നിടുന്നാകിലോ ഇനിയും കാട്ടിലയച്ചിടാം എന്നാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. അപ്പൊ രാഗമാറ്റിൽ അന്ന് മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷെ നാരായണന്റെ പാവാട വേണം എന്നുള്ള ഛായയില്ലേ? ഈ കുചേലവൃത്തത്തില് ആരോമൽ സുഖമാണ്ട് എന്നുള്ളത് ആ മാണ്ട് എന്ന് കണ്ടപ്പോഴേക്കും അവിടെ മാണ്ടാക്കിയ ഗായകരെയൊക്കെ എനിക്കറിയാം. തോടിയുള്ള ശ്ലോകത്തിന് ഒരു വരിയുണ്ട്, ആരോമൽ സുഖമാണ്ട്. അപ്പൊ മാണ്ട് അവിടേക്ക് മാണ്ടെത്തിച്ചു തോടിയിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. ഹൈദരാബാദ് പണ്ട് പറയുന്നത് മാണ്ട് എന്ന് പറഞ്ഞ വടക്കേന്ത്യയിലത്തെ രാഗമാണ്. അപ്പോൾ അയോധ്യ വടക്കേന്ത്യയിലാണ്, അതുകൊണ്ടാണ് അത് മാണ്ട്. അങ്ങനെ ഒരു തമാശ കേട്ടിട്ടുണ്ട്. ഹംസത്തിന്റെ പദം ഹംസാനന്ദിയിൽ പാടുക, അത് പരീക്ഷണങ്ങൾ നടക്കണ്ടല്ലോ. ഇപ്പോൾ പിന്നെ പല സ്ഥലത്തും ഹംസവും ദമയന്തി ആകുമ്പോൾ ഹംസത്തിൻ്റെ പാട്ട് ആണ് പാടും, ദമയന്ത്ര പാട്ട് സ്ത്രീ ഫീമെയിലായിട്ട് പാടും. അങ്ങനെ പല പരീക്ഷണങ്ങളും നടക്കട്ടെ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പതുക്കെ വിട വാങ്ങും. സാറിനെന്താ ചോദിക്കാണ്ട്? കാട്ടാറിൻ്റെ പദം രാഗം മാറ്റി പാടാറുണ്ട്. മധ്യമാവധിയിലാണ് ശരിക്ക് ആഭേരിയിൽ പാടാറുണ്ട്. അത് ഹരിദാസേട്ടനും ഹൈദരാബാദായിട്ട് കൊണ്ടുവന്നു. എന്നെ വെറുതെ ഇതാക്കണം, അവരൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഞാനങ്ങു പോവതെങ്ങനെ അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ മധ്യമാവധി. അങ്ങനെ ഞാനങ്ങു പോവതെങ്ങനെ അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ ഇങ്ങനേകം മനോരാജം ഇങ്ങനേകം മനോരാജം എങ്ങനെയെന്നെല്ലാം കേൾവീ എങ്ങനെയൽ മത എന്നാലങ്ങിനെയൽ നുറയ്ക്ക നീ. അങ്ങനെ ആഭേരിയിൽ പാടാറുണ്ട്. കാട്ടാളൻ്റെ അരവമെന്തിതറിയും അവിടുന്ന് നമുക്ക് തുടങ്ങും. പിന്നെ സ്വരത്തിനുടെ മാധുര്യം കേട്ടാൽ അത് അതേ അപുത്രമിത്ര കാന്താരോ അപുത്രമിത്ര കാന്താരോ ഭൂഗനർത്തകർത്തെ വീണാളെ ആനന്ദിച്ചേ വാഴേടുന്നവൾ ആനന്ദിച്ചേ വാഴേടുന്നവളല്ലേ കമനീ നീ നാളെ അപത്രപിച്ചിടേണ്ട ഞാനോ അപത്രപിച്ചിടേണ്ട ഞാനോ അപത്രപിച്ചിടേണ്ട ഞാനോ വനത്തിൽ മേവുന്നാണാളെ ആരെന്നാലും രക്ഷിപ്പാനിനി ആരെന്നാലും രക്ഷിപ്പാനിനി അപരൻ വരുമോ കേണാളെ. ഒരു നാടൻ പാട്ടിൻ്റെ ആയിട്ട് മധ്യമം ആരബിയിൽ മധ്യമം വെച്ച് പാടാറ്. പലർക്കും ഇഷ്ടമാവാറുണ്ട്, പലരും കൂടുതൽ പേരും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്. മധു നാടൻ പാട്ട് മാത്രമല്ല, ദിവ്യകാരുണ്യ ചരിതം എന്നുള്ളൊരു പുതിയ ആട്ടക്കഥയിൽ വേർതിരിവേതുമില്ല
വേഷപ്പകിട്ടും വേണ്ട ഏവർക്കും ഏകിടാം ഞാൻ സ്വാഗതം പാടിയ ആളാണ് മധുട്ട്. അതൊരു ആപ്റ്റായിരുന്നത്. അതപ്പൊ എന്താ പാസ്റ്ററൽ ഓറിയന്റേഷൻ. നളചരിതത്തിൽ സംഗീതം സംവിധാനം ചെയ്ത ആളെ എന്തായാലും സമ്മതിക്കണം. കാരണം കുണ്ടിനനായക പോലുള്ള പദങ്ങളെല്ലാം മൂന്നാം ദിവസത്തിലെത്തുമ്പോൾ വരിക ബാഹുക, നളനദി സുഹൃതി അതുമൂലം അന്ന് അസാധ്യമായി, ലളിതഗാത്രി മേളൻ തെളിവിനോട് തേർന്നി തെളിക്കണം ലളിതസം നളിന ബന്ധുതാൻ ഒതുക്കിൽ നാളെപ്പോൾ, പിന്നെ ഒന്നിച്ചവിടെ കൊണ്ടിട്ടിരിക്കുക അക്ഷരങ്ങൾ. നളിനാക്ഷി നമ്മോട് ഘടനീയ നന്മണി രമണീയാന്ന്. അതൊക്കെ ഈ പിന്നെ പഞ്ചാരി താളത്തിൽ ഒപ്പിക്കണം. അപ്പൊ അതിന് പാടിയിരിക്കുന്നത് നളിന ബന്ധു തനുദിക്ക്, അതുവരെയൊക്കെ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നളിന ബന്ധു തനുദിക്ക് നാളെ പോ നളിനാക്ഷി നമ്മോട് ഘടനീയ നന്മണി രമണീയ നളിന ബന്ധു. പക്ഷെ ശിങ്കടി നമ്മൾക്ക് പാടാൻ പറ്റും, ശിങ്കടി അതിന് മുമ്പ് അത് നിർത്തിയിരിക്കണം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പാടും കൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ നന്മണി രമണീയ എന്ന് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അക്ഷരം ആദ്യം വരി നോക്കുമ്പോൾ തന്നെ അതേമാതിരി അലമലമതി ചല വിലപിത വിലസിതമീതു നൂനം. അപ്പം അത് ആ സംഗീതം സംവിധാനം ചെയ്ത ആൾ ആരായാലും ശരി, അയാളെ നമുക്ക് സാഷ്ടാംഗം പ്രണാമം ചെയ്യണം. നമ്മൾക്കിന്ന് ഇത് വേറൊരു രൂപത്തിൽ മനസ്സിൽ സംഗീതം ചെയ്യാം, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ പിന്നെ മറിമ കണ്ണി മൗലിയുടെ മറിവ ആർക്കിതറിയ. അപ്പം മറിമാൻ കണ്ണി മൗലിയുടെ മറിവാർക്കിതറിയാം. ഇതൊക്കെ കഴിഞ്ഞ് അവശം ചെയ്യപ്പെട്ടതോർത്താൽ വിതുരം ആർത്തിപാരം വരും. ആർത്തി അവിടെ നമ്മൾക്ക് ഇരട്ടി കാലായി അക്ഷരം. പിന്നെ അതിൻ്റെ ഇരട്ടിയാണ് അനവധി മമ്മ. അങ്ങനെ 3 ഘട്ടം ഘട്ടമായിട്ടാണ് അതിൽ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം പതിഞ്ഞ് മറിമാൻ കണ്ണി മൗലിയുടെ ആകെ 2 മുതൽ 3 മുതലേ അതിൽ വരുന്നുള്ളൂ. മറിവാർക്ക് ഇതറിയാം, മറിവ് ആർക്ക് ഇതറിയാം എന്ന് മാത്രം. പിന്നെ ഒരുമയായി രമിച്ചിരുന്ന ഒരു മയാപരാധം എന്ന് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി വരുന്നത് പിന്നെ ആർത്തിപാരം വരും നേരം ഓർത്തു ചൊല്ലും ഓരോന്ന്. അങ്ങനെ കൂടി വരികയാണ്. പിന്നെ അതിൻ്റെ സ്പീഡിൽ വരികയാണ് അനവധി മമ പുനരപരാധം. അവിടെ വെറും ഈ മൂളൽ മാത്രമേ ഉള്ളൂ. കാരണം ഈ അപരാധം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അക്ഷരമില്ല. അപ്പം അതിനവിടെ അതിൻ്റെ അകാരം പിന്നെ അപരാധം എന്നുള്ളതിൻ്റെ ഉംകാരം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ പണ്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള സാധനമാണ്. ഇന്നൊന്നും ഇപ്പോൾ നമുക്ക് എത്ര ഇരുന്നുണ്ടെച്ചാലും അതേമാതിരി സംഗീതം സംവിധാനം ചെയ്യും. അതാണ് ഈ പുതിയ കഥകളിലെ വിജയിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ വിജയിക്കാത്തതിൻ്റെയും ആ ഒരു സംഭവം അതുകൊണ്ടാണ്. കാരണം ഈ മറിമാങ്കണ്ണി പോലുള്ള പദങ്ങൾ ചിട്ടപ്പെടുത്താന്ന് വെച്ചാൽ അത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ചെയ്ത. അതേമാതിരി നമ്മൾ വരിക ബാഹുവ, അതേമാതിരി ഹൃദുവർണ്ണധാരണി ബാല ധരിക്കണമെല്ലേ നിസൂതനിൽ നാകിൽ ഭരിക്കണമേ തന്നു വേദനവും തേരിൽ ചരിക്കണമൊരിക്കലെന്നിരിക്കിലോ തവ സരതി പാപം തേടുന്നേ ആജ്ഞാപുഷ്പം. അതൊക്കെ അതിൻ്റെ ഇരട്ടി അക്ഷരത്തിലാണ് വരുന്നത്. അതേമാതിരി ആനന്ദ തുന്തിലനായി വന്നിതാശു ഞാൻ ആവല്ലനും ആകിലും നൂനം നിന്നച്ചോളം. പിന്നെ കലിയ കല്ലേ അകമബലേ വന്നിതു സുന്ദരി നിന്നരികിൽ നിനിയിരുവ പിരിവ ഉയിർവേറവേ നിറവേ കുറവേ വിലപിതമിതു മതി വിളവതു സുഖമിനി ദൈവാലൊരു ഗതി മതി. അപ്പം ആദ്യം അതിൻ്റെ ആ ഘടന നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എങ്ങാനും ഉണ്ടോ കണ്ടു എന്നുള്ള ഒരു പതിഞ്ഞ ഇടമട്ടിലുള്ള അക്ഷരം വളരെ കുറച്ചുള്ള ആ പദത്തിൻ്റെ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിനനുസരിച്ചിട്ടുള്ള മറ്റ് വിലപിതം ഇതുമതി വിളവത് ഒക്കെ ഒരു ചെമ്പട മാത്രയിലാണ്, ചെമ്പട അക്ഷരകാലത്തിലാണ് ഇത് മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരുപാട് അക്ഷരങ്ങൾ.
ആനന്ദതുന്തലനായി മുതൽക്ക് പിന്നെ സ്പീഡിലുള്ള അക്ഷരങ്ങളാണില്ല. അപ്പോൾ ഇത് സംവിധാനം ചെയ്ത് നമുക്ക് ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ. ദമയന്തിയുടെ തോഴിയായിട്ട് തോഴി വേഷത്തിൽ സ്വയംവര മണ്ഡപത്തിൽ എന്ന ഓരോ രാജാക്കന്മാരെയും പരിചയപ്പെടുത്തി അവസാനം ഇതാ നളൻ എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നല്ല 4 നളന്മാർ. ആ ആകുലതയിൽ നിന്നും ദമയന്തി എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ള എനിക്ക് ദമയന്തി പറയുന്ന പദ മുഴുവൻ പാടണോ? ഇതിൽ ഒരുപാട് പതിവില്ലാത്തതുണ്ട്. ഹരിപ്രഭുക്കളെയൊരിക്കലും അസത്കരിച്ചതില്ലകം കിനാവിലു എന്നങ്ങീരിക്കവേ പുനം ഇവർക്കോ നമ്മെ ചതിപ്പതിനു നഹി നിമിത്തവും എങ്കലൊരപരാധം വരികിലും ഇങ്ങനെ തുടരാമോ ത്രിഭുവന സഗടകരരിവർ പോൽ ഹരഹര ശങ്കരാക്കിം കരവൈ ചെറിയ നാളിൽ തന്നെ തുടങ്ങി ചെറിയ നാളിൽ തന്നെ തുടങ്ങി ഞാൻ അറിവൻ കണവൻ മമ നളനിൽ അറിവില്ലതിനെങ്ങും വരുകിലോ അറിയായി വരിക മമരമണനെ ഒരു നാളും ഞാൻ മനസാവപുഷ ഒരു നാളും ഞാൻ മനസാവപുഷ വാച നളാദിതരോ ജാനേ അതിനാൽ ദേവാ മുദിത ദദതാമേദോ രമണോ ഇത്തൊഴിൽ വെടിന്നുടേ അത്തലൊടിക്കേണം ഇപ്പോൾ ഭക്തജന ചിത്തമുണ്ടോ തപ്തമാക്കുമീശ്വരന്മാർ ഇന്ദാനേ ഹൃദി സന്താപേ വൃഷമിൽ ചെയ്വൂ ഞാൻ അധുന. അങ്ങനെയാണ് ഇപ്പോൾ പാടി വരുന്നത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് പൊന്നാനി സിംഗിരി പാടുമ്പോഴാണ് അതിൻ്റെ അതിൽ ചില വരികളിൽ അക്ഷരം കൂടുതലുണ്ടോ സാറേ? ചെമ്പടയിൽ ഇത് എന്താ പറയുക, ഇത് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്. കാരണം ഇതിലത്തെ മുഴുവൻ ഇതിൽ ശരിക്കും സമ്പ്രദായം മാതിരിയാണെന്ന് വെച്ചാൽ ഇതിന് ഇരട്ടിയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ അരങ്ങത്ത് ചെയ്യാറില്ല, പലതും ചെയ്യാറില്ല. പിന്നെ അവസാനത്തെ വരി ഇരട്ടിയാണത്. എന്താണ് പിന്നെ ചിട്ട അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ചിട്ട ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഉപയോഗിക്കാണ്ട് നഷ്ടപ്പെട്ടു പോവാണ്. ഇപ്പോൾ ചിട്ട ഉണ്ടായിരുന്നു ഇതിന്. ആരോടെൻ്റെ സ്വൈരകൾ ആരോടെ നല്ലൊരു പദമാണ്. ദാരുത്തന്റെ പരിണാമേകില നാരിത്തന്റെ മനമാമേ എന്നു ചൊല്ലുന്നു ചില കല്ലെന്നു ചില ഇതൊക്കെ വൃത്തിയായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇനിയും പാടാതിരുന്നെന്ന് വെച്ചാൽ ഇതൊന്നും ആയിരിക്കില്ല, വേറെ സമ്പ്രദായത്തിൽ വരും. ഇനിയും വരും. ദാരു തൻ്റെ പരിണാമേ കില നാരി തൻ്റെ മനമാമേ അങ്ങനെയൊക്കെ പാടി നമ്മൾക്ക് സമയമില്ല. അല്ല സാറേ, അത് ഒഴിവാക്കാനാണല്ലോ നമ്മൾ ആഗസ്റ്റിൽ ക്യാമ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സെഷൻ അല്ലേ സാറേ, ഒന്ന് എന്താ എനിക്കല്ല അദ്ദേഹത്തിന്
എങ്ങു നിന്നെഴുന്നരുളി സുരാധിപ അരുളി സുരാധിപ എങ്ങു നിന്നെഴുന്നരുളി സുരാധിപ അരുളി സുരാധിപ എങ്ങു നിന്നെഴുന്നരുളി സുരാധിപ അരുളി സുരാധിപ മനസവന വരുണയ്യമ്മ സമന വരുളേ രമ മനസമന വരുണൈരമ സമന വരുളേ രമ മനസമന വരുണൈരമ പോയി വരുന്നേ അകലേ നീ സമ്പ്രതി പോവതീവെന്നു തലേ ഭൂമി തന്നിന്നു എന്നൊരു ഭൂമി തന്നിലുണ്ട് ഭീമസുതയെന്നൊരു ഭൂമി തന്നിലുണ്ട് ഭീമസുതയെന്നൊരു ഭൂമി തന്നിലുണ്ട് ഭീമസുതയെന്നൊരു ഭൂമി തന്നിലുണ്ട് സുതയെന്നൊരു ഭീമസുതയെന്നൊരു കമലലോചന 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 രാമനീയകത്തിൻ ധാമം പോലവർത്തൻ രാമനീയകത്തിൻ ധാമം പോലവർത്തൻ രാമനീയകത്തിൻ ധാമം പോലവർത്തൻ രാമനീയകത്തിൻ ധാമം പോലവർത്തൻ രാമനീയകത്തിൻ ധാമം പോൽ അവരുടെ നാമം കേട്ടു ദമയന്തി അവരുടെ നാമം കേട്ടു ദമയന്തി അവരുടെ നാമം കേട്ടു ദമയന്തി പോയ യാമിഞ്ഞാനവളയാനയീപ്പതിനു യാമിഞ്ഞാനവളെ ആനയീപ്പതിനു 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 സ്വാമിയതിനു വിടതരികനി സ്വാമിയതിനു വിടതരികനി സ്വാമിയതിനു വിടതരികനി സ്വാമിയതിനു വിടതരികനി രാമ
ക്രോധ ലോഭ മോഹ സൈന്യമുണ്ട്. 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 താമസിക്കരുതു സുരപതേ. താമസിക്കരുത് സുരപതേ. താമസിക്കരുതു സുരപതേ. ജഗതിപതേ ഗുണകൃതരതേ. ജഗതിപതേ ഗുണകൃതരതേ. ജഗതിപതേ ഗുണകൃതരതേ. ഭഗവതുപകൃതേരഹോ പ്രതികരിഷ്യാമി. ഭഗവതുപകൃതേരഹോ പ്രതികരിഷ്യാമി. നോക്കുകയാണെങ്കിലും ദൈർഘ്യം വെച്ച് നോക്കുകയാണെങ്കിലും അതിനെ പറ്റിയൊരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്നിരുന്നാലും തിരനോട്ടത്തിൻ്റെ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോൾ പരിപാടി നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോഴെല്ലാം നമ്മൾ ഗൾഫ് മോഡൽ സ്കൂളിലെ ചെയർമാനെ സമീപിക്കാറുണ്ട്. ഇവിടുത്തെ ചെയർമാനും ഏതാണ്ട് 25 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ ആദ്യകാല ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് നജീദിനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമ്മളെപ്പോൾ സമീപിച്ചാലും സാറ് അത് അകമഴിഞ്ഞ സഹായവും സഹകരണവും വിശിഷ്യ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നമ്മുടെ പരിപാടി കാണാനും സാർ എത്താറുണ്ട്. അതിന് തിരനോട്ടം എന്നും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. സാറിനോട് എന്നും നന്ദിയുണ്ട് തിരനോട്ടത്തിന്. പ്രിയമുള്ള തിരനോട്ടത്തിൻ്റെ ഭാരവാഹികളെ, സംഘാടകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത്രയും മഹത്തായ നമ്മുടെ സ്വന്തം പാരമ്പര്യ കലാരൂപങ്ങളുടെ ഒരു വേദിയാകാൻ ഈ വിദ്യാലയത്തിൻ്റെ പരിപാവനമായ അങ്കണത്തിന് കഴിയുന്നതിൽ എനിക്കും ഇവിടുത്തെ എല്ലാവർക്കും സന്തോഷവും അഭിമാനവുമുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ രമേശനും കൂട്ടുകാരും തിരനോട്ടത്തെക്കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി. UAE ഇന്ത്യക്കാരുടെ തന്നെ 600-ൽ പരം സംഘടനാ ബലം കൊണ്ട് സമ്പന്നമാണ്. എല്ലാവരും ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളികളാണ്. തിരുനോട്ടത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും എനിക്കും ഉത്തമ ബോധ്യമുണ്ട്. തിരനോട്ടം അവതരിപ്പിക്കുന്ന ഓരോ കലാരൂപങ്ങൾക്കും
അതിൻ്റേതായ മികവുണ്ട്, മാറ്റുണ്ട്. അത് വേറിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ കരുത്തും ശക്തിയുമാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. എത്ര മനോഹരമായിരിക്കുന്നു നളചരിത ആട്ടക്കഥയിലെ പാട്ടുകൾ. പണ്ടെങ്ങോ മലയാളം ക്ലാസ്സുകളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിരുന്നത് ഇപ്പോഴെനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും എന്നെ അറിയാതെ ആ സൗന്ദര്യാത്മകമായ കാവ്യശലകങ്ങൾ നമ്മെ നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് അറിയാതെ നയിച്ചു പോവുകയാണ്. കേരളം അതിൻ്റെ അതിപുരാതന നൂറ്റാണ്ടുകൾ മുതൽക്കേ സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ തായ് വഴികൾ എല്ലാ കാലത്തും പിന്തുടർന്നു പോയിട്ടുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ഓരോ ജന്മവും നമ്മുടെ പൂർവ്വപിതാക്കളുടെ അനന്തര ജന്മമായി നാം കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവർ നമുക്ക് കൈമാറി തന്ന ഓരോ കലാരൂപങ്ങളെയും അതിൻ്റെ സംസ്കൃതിയോടും പൈതൃകത്തോടു കൂടിയും ഏറ്റുമേടിക്കാനും നെഞ്ചിലേറ്റി താലോലിക്കുവാനും അത് വളർത്തുവാനുമുള്ള ബാധ്യത ഒരു ജന്മബാധ്യതയായി നാം ഏറ്റെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറ നമ്മുടെ പാരമ്പര്യം മറന്നുപോകും. നമ്മുടെ തനതായ കലാമൂല്യ ബോധത്തിൽ നിന്നും അന്യമാകുന്ന ഒരു ജീവിത സംസ്കാരത്തിലേക്ക് അവർ വഴുതി മാറിപ്പോകും. അതുകൊണ്ട് തന്നെ അവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയണം. നമുക്ക് ഒട്ടനവധി ക്ലാസിക്കൽ കലാരൂപങ്ങളുണ്ട്, ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ടൂറിസം വളരെയേറെ വികസിച്ചു വരുന്ന കേരളത്തിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ തനതായ കലാരൂപങ്ങളെയാണ്. കഥകളി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് വരുന്നവർക്കും ഇറ്റലിയിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ തന്നെ യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരും കേരളത്തിലെ കഥകളി ഒന്ന് കണ്ടാൽ തിരിഞ്ഞു നോക്കുകയോ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയോ ചെയ്യാതെ പോവുകയില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നാമും അറബ് രാജ്യങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയുമായി വളരെയധികം ഒരു ദൈനംദിന ബന്ധത്തിലാണ്. അത് അധ്വാനത്തിൻ്റേതാണ്, അത് സംസ്കാരത്തിൻ്റേതാണ്, അത് ചരിത്രത്തിൻ്റേതാണ്. അത് മാറുമ്പോൾ നമ്മുടെ തനതായ കലകളും അറബികളിലേക്കും അറബ് കലകളിലേക്കും സംസ്കാരത്തിലേക്കും ചെന്നെത്തേണ്ടതുണ്ട്. നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ എത്രയോ 1000 വാക്കുകൾ അറബ് പദങ്ങളാണ്, നമ്മുടെ ചായ മുതൽ. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതത്തിൻ്റെ നിന്നും ധാരാളം പദം അറബ് ഭാഷയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അത് നൂറ്റാണ്ടുകളായി നാം അന്യോന്യം ബന്ധപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തലമുറ കേവലം അധ്വാനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലുപരി, ഒരു സമ്പാദന മാർഗത്തിനുപരി നമ്മുടെ സംസ്കാരത്തെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. തിരനോട്ടത്തിൻ്റെ ഈ മഹത്തായ സംരംഭങ്ങൾക്ക് നമ്മുടെ അറബ് സംസ്കാരവും കലകളുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം നാം തുറക്കേണ്ടതുണ്ട്. ഇന്നിവിടെ ഗവൺമെൻറ് തന്നെ കൾച്ചറൽ സെൻ്ററുകൾക്ക് രൂപം നൽകുകയാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് രൂപം നൽകുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും നമ്മുടെ കമ്മ്യൂണിറ്റി ഉയർത്തുന്ന വിവിധ തരത്തിലുള്ള കലാമൂല്യങ്ങളെയും അതിൽ അധിഷ്ഠിതമായ വാസനകളെയും പരിപോഷിപ്പിക്കുന്നതിന് ശ്രമിക്കാറുണ്ട്. നാം ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ ഒരു ജന്മബാധ്യതയായി ഏറ്റെടുക്കേണ്ട നമ്മുടെ കലാമൂല്യങ്ങളെയും പാരമ്പര്യത്തെയും ആ ക്ലാസിക്കൽ കലകളുടെ തന്നെ ഏറ്റവും അത്യുന്നതമായ വേദിയിലേക്ക് നമുക്ക് എത്തിക്കുവാൻ കഴിയും. ക്ലാസിക് എന്ന പദം നാം ഉപയോഗിക്കുമ്പോൾ തന്നെയും അതിലടങ്ങുന്ന ഓരോ കലയും കലാരൂപവും അത് ദേശത്തെയും കാലത്തെയും എപ്പോഴും അതിജീവിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ്. അതിനെ വളർത്തുവാനുള്ള ബാധ്യത, അതിൻ്റെ പ്രബോധകരാകുവാനുള്ള ബാധ്യത ഓരോ മലയാളിക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരനോട്ടം നടത്തുന്ന ഈ മഹത്തായ സാംസ്കാരിക പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഇനിയും